കർത്താവേ, നിന്റെ കരുണയുടെ കവാടം ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കണമേ. നിന്റെ സ്നേഹത്തിന്റെ വിരി കർത്താവേ ഞങ്ങളുടെ മുമ്പിൽ നീ തുറക്കണമേ. കർത്താവേ, നിന്റെ കാതുകൾ ഞങ്ങൾക്കായി നീ തുറന്നു വെച്ചിരിക്കുകയാണല്ലോ. ഇതാ ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ സങ്കടങ്ങളെ, ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം നിന്നോട് പറയുക. ഇന്നലകളിൽ ആരും ഞങ്ങളെ കേൾക്കാനില്ലാത്തതിൻ്റെ ഒത്തിരി സങ്കടം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇന്നലകളിൽ കേൾക്കേണ്ട ഇടങ്ങളിൽ നിന്നും ആരും ഞങ്ങളെ കേൾക്കാതെ പോയതിൻ്റെ സങ്കടം ഇപ്പോഴും മനസ്സിലുണ്ട്. ഇന്നും എൻ്റെ വേദന കേൾക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള നൊമ്പരം ഇപ്പോഴും എന്നെ അലട്ടുന്നുണ്ട്. മോനെ, ആരും നിന്നെ കേൾക്കാനില്ല എന്ന് കരുതി വിഷമിക്കണ്ടെന്നേ, വേദനിക്കണ്ടെന്നേ. ഇതാ കർത്താവ് തൻ്റെ കാതുകൾ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. അവന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നീ പറഞ്ഞതും പറയാതെ പോയതും കേട്ടവനാണ് നിന്റെ ദൈവം. നീ നിലവിളിച്ചതും ഉള്ളുകൊണ്ട് കരഞ്ഞതും കണ്ടവനാണ് നിന്റെ ദൈവം, കേട്ടവനാണ് നിന്റെ ദൈവം. നീ സങ്കടപ്പെട്ടതും നീ നിന്റെ സ്വകാര്യതയിൽ ഭാരപ്പെട്ടതും കേട്ടവനാണ് നിന്റെ ദൈവം. അങ്ങനൊരു ദൈവം ഉണ്ടല്ലോ ഈ അൽത്താരയിൽ. ഈശോയോട് തന്നെ പറ. നിന്റെ മക്കളെ ഓർത്തുള്ള നിന്റെ വേദനകള് ഈശോയോട് പറ. നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള നിന്റെ സങ്കടങ്ങൾ ഈശോയോട് പറ. നിന്റെ രോഗിയായി തീർന്ന മാതാപിതാക്കളെ കുറിച്ചുള്ള വേദനകൾ ഈശോയോട് പറ. നിന്റെ ജോലിയില്ലാത്തതിന്റെ നൊമ്പരം ഈശോയോട് പറ. നിന്റെ വിവാഹം നടക്കാത്തതിന്റെ ഭാരം ഈശോയോട് പറ. നിന്റെ പഠന മേഖലകളെ കുറിച്ചുള്ള നിന്റെ വിഷമം ഈശോയോട് പറ. ഈശോയെ പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഇതാ നിനക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ സന്നദ്ധനായി നിന്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു ഈശോ. 85 സങ്കീർത്തനം 85:8 വചനം പറയാണ്, കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. സങ്കീർത്തകൻ പറയാണ്, എന്റെ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്ക് തന്നെ. അപ്പോ തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്ക് അവിടുന്ന് സമാധാനം അരുളും. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുക, എങ്ങനെ വിളിക്കണം അങ്ങനെ വിളിക്കുക. കരയാണെങ്കിൽ കരഞ്ഞാൽ പ്രാർത്ഥിക്കാം, യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ വേദനകളൊക്കെ പറഞ്ഞും സങ്കടങ്ങളൊക്കെ പറഞ്ഞും നിങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചൊക്കെ പ്രാർത്ഥിക്കണോ, പ്രാർത്ഥിക്കേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കേ. വരുമാന മാർഗങ്ങളൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കേ. നിന്റെ ദൈവം കേൾക്കുന്ന സമയമാണ്. നിന്റെ വേദനകൾ യേശു കേൾക്കുന്ന സമയമാണ്. നിന്റെ കണ്ണുനീര് നിന്റെ കർത്താവ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, 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 ആരാധന, 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 ആരാധന. മുട്ടുകുത്തി നിൽക്കാൻ സാധിക്കുന്ന എല്ലാ മക്കളെയും മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷമാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.